very good evening everyone and welcome to Onam Special Chat Show. കൂടെയുള്ളത് RJ അനാമികയാണ്. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? ഇന്നതാ ചതയം എത്തി നിൽക്കുകയാണ്. ഓണമൊക്കെ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്കും ഇങ്ങനെ കടക്കുകയാണ്. എന്തായാലും ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ ചതയദിന ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയിൽ എന്റെ കൂടെയുള്ളത് നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന ഗാനരംഗത്തിലെ ആവേശ പ്രകടനത്തിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ നെഞ്ചിനകത്ത് സ്ഥാനമുറപ്പിച്ച ഒരു മുഖം. ക്വീൻ എന്ന സിനിമയിലൂടെ വരവറിയിച്ച തന്റെ സ്വതസിദ്ധമായ അഭിനയത്തിലൂടെ വെള്ളിത്തിരയിൽ നിറസാന്നിധ്യമായി മാറിയ ഒരു യുവനടൻ. ഓരോ ക്യാരക്ടേഴ്സിനെയും തന്റേതായ രസശൈലിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി മുന്നേറുന്ന യൂത്ത് ഐക്കൺ അശ്വിൻ ജോസ് ആണ്. അപ്പോ ഏറെ സ്നേഹത്തോടെ അശ്വിൻ ചേട്ടനെ ഈ ഒരു ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അശ്വിൻ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ ചേട്ടാ, പനി പിടിച്ചിരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ചത്. ഓക്കെ ആയോ ഇപ്പോ? ഓക്കെ ആയി. ഓണാഘോഷങ്ങളൊക്കെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിരുന്നു ഓണാഘോഷം. വൈഫും കുഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലീവ് 10 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളു. അപ്പൊ പിന്നെ നേരത്തെ എല്ലാരും ഒരു ഓണം ഒന്ന് കൂടി ഞങ്ങളൊന്ന്. ഓക്കെ, അപ്പൊ ഓണം എല്ലാം കഴിഞ്ഞിപ്പോ ചതയം എത്തി നിൽക്കുകയാണല്ലേ? അപ്പൊ കുറച്ച് ഫ്രീ ആയി. അതെ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത മൂവിയാണ് ഒരു റൊണാൾഡോ ചിത്രമല്ലേ? സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന മൂവിയാണ് ഒരു റൊണാൾഡോ. ഇതുപോലെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എന്ത് എലമെന്റ് ആണ് ഈ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത്? ഈ സിനിമയുടെ ഒരു പ്രത്യേകത വെച്ചല്ലേ, ഇതിലൊരു ഒരു പ്രേക്ഷകനും ഇതിലെ മെയിൻ പ്രൊട്ടഗണിസ്റ്റ് റൊണാൾഡോയും ഒരേപോലാണ് ഇതിലെ പല സിനിമകളും കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആന്തോളജി പോലെ അല്ലാതെ ഒരാള് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ അയാൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമ്മളൊരു പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂവും ഈ ക്യാരക്ടറും എല്ലാം ഒരേപോലെ വരും. അതിൽ തന്നെ ഇങ്ങനെ പല കഥകൾ മാറിപ്പോകുന്ന ഒരു നമ്മള് എപ്പോഴും കാണുന്ന ഒരു രീതി അല്ല ഇതിന്റെ കഥ പറച്ചില്ല. അതാണ് ഇതിന്റെ ഒരു USP എന്ന് പറയുന്നത്. 5 കഥകളുള്ള ഒരു സിനിമയല്ലേ ഒരു റൊണാൾഡോ? അതെ. ഓക്കെ, അതെങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു 5 സ്റ്റോറീസ്? മൊത്തത്തിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഒരു ഷോർട്ട് ഫിലിം കോntestൽ പോവുകയും അവിടെ വെച്ച് കാണുന്ന 3 കഥകളും പിന്നെ അദ്ദേഹം ഒരു തിരക്കഥ എഴുതാൻ നോക്കുന്നതും പിന്നെ റിയൽ ലൈഫിൽ പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന കഥ, ഇതെല്ലാമാണ് ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അപ്പൊ ഇതൊരു നമ്മള് അതാ പറഞ്ഞ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്, എന്നാ ഭയങ്കര നമുക്കൊക്കെ കണക്ട് ആവുന്ന ഒരുപാട് സിറ്റുവേഷനിലൂടെ പോകുന്ന കഥയാണ്. പൊതുവേ ചേട്ടൻ ഇപ്പൊ ചെയ്യാറുള്ളത്, ഇപ്പൊ ക്യൂനിലാണെങ്കിലും ഒരു കോളേജ് റേഞ്ച് ഉള്ള സ്റ്റോറീസ് ആണല്ലോ മെയിൻ ആയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമയിലേക്ക് ചേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് ഇതിന്റെ ഡയറക്ടർ ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണല്ലോ ഒരു റൊണാൾഡോ സിനിമ. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് ചേട്ടൻ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? റിനു ചേട്ടൻ ഈ ക്യാരക്ടർ ഇങ്ങനെ എഴുതിയ സമയത്ത് എന്റെ മുൻപുള്ള എന്റെ സിനിമകള് കണ്ടിട്ടുള്ളെന്നുള്ളല്ല, പുള്ളി നോക്കിയപ്പം ഓക്കെ ഈ ക്യാരക്ടർ കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആയിട്ടാണ് ഞാൻ കൂടുതലും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്റെ കൂടുതലും അങ്ങനത്തെയാണ്, ഈ കോളേജ് വൈബ് അങ്ങനത്തെയാണ്. അപ്പം പുള്ളിയുടെ ഒരു തോട്ടാണ് ഓക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് വേറെ രീതിയിൽ അശ്വിനെ പ്ലേസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനെ എന്നിലേക്ക് ഒന്ന് അപ്രോച്ച് ചെയ്തത്. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണോന്നുള്ളത് നോക്കി നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇത് വന്നത്. സോ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു ആ നേരം. ഇതിലെ നായികയായിട്ടുള്ള ചൈതന്യ ഇൻസ്റ്റഗ്രാമിലൂടെ വന്നിട്ടുള്ള ഒരു ആളാണല്ലോ. അപ്പൊ ആളുടെ കൂടെയുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു എന്നുള്ള ഒരു ആദ്യം നമുക്കുണ്ടാവുമല്ലോ ഒരു ഫസ്റ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷന് കാര്യങ്ങള്. അപ്പം അതിലുള്ള ഒരു ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇന്നസെൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ സീനിന് എന്താണ് വേണ്ടത് അതങ്ങ് തന്നെ അങ്ങ് വരുന്ന ഒരു ഇതുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. അപ്പം ആ ഇന്നസെൻസ്, പിന്നെ ചൈതന്യ നാച്ചുറലി ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. അപ്പം അതെല്ലാം ആ ക്യാരക്ടറിലേക്ക് ഭയങ്കര സ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പൊ സിനിമ അഭിനയിക്കുക മാത്രമല്ല ആസ് എ റൈറ്റർ കൂടിയാണല്ലോ. അപ്പൊ അനുരാഗം എന്ന സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമയെ അഭിനയിക്കുന്നതിലുപരി സിനിമയിലേക്ക് എഴുതുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടെ വന്നത് എപ്പോഴായിരുന്നു? അഭിനയിക്കുക മാത്രമല്ല എഴുതണം എന്നുള്ളൊരു തോട്ട് മനസ്സിലേക്ക് വന്നത് എപ്പോഴായിരുന്നു? അതെനിക്ക് വളരെ ചെറുപ്പം മുതലേ എനിക്ക് കഥകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പം അവരോടിരുന്ന് കഥ പറയും. അപ്പൊ ആ കഥ പറയുമ്പോ ഞാൻ അഭിനയിച്ചാണ് കഥ പറയാറുള്ളത്. അപ്പൊ അഭിനയിച്ച് കഥ പറയുമ്പോ ഒരേ സമയം ഞാൻ എന്റെ ആക്ടറിനെ അവിടെ വർക്ക് ചെയ്യാൻ നോക്കും. എന്ന് പറഞ്ഞാൽ ആ കഥയിലെ പല കഥാപാത്രങ്ങളും ഞാൻ അഭിനയിച്ചായിരിക്കും അവരുടെ അടുത്ത് കഥ പറയുന്നത്.
പിന്നെ അവർ ആ കഥ കേൾക്കുമ്പോൾ ആ ഒരു ഹാഫ് ആൻ അവർ അല്ലെ 1 hour അവരിങ്ങനെ ഫുൾ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം മുതൽ ഈ കഥ പറച്ചിലുണ്ട് മൈൻഡില്. പിന്നെ ഒരു ഈ പറയുന്ന പോലെ നമ്മള് സിനിമയാണെന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ചില നേരത്ത് നമുക്ക് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും, ഓക്കെ നമുക്ക് നല്ല കഥകൾ നമ്മളെ തേടി എത്തുന്നില്ല എന്നുള്ള ചില ഡൗട്ട്സും ഒക്കെ വരുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പൊ അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓക്കെ എനിക്ക് എഴുതണം, ഞാൻ എഴുതിയാൽ തന്നെ എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എനിക്കും കഥകൾ പറയാനുണ്ടല്ലോ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് കഥ എഴുതാൻ. ഇപ്പോ ആസ് എ റൈറ്റർ ആയിട്ടാണോ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ ആയിട്ടാണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്? ഈ രണ്ടും കംഫർട്ടബിൾ ആവുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എല്ലാത്തിലും എനിക്ക് എന്ന് പറയാം, നമുക്കൊരു കംഫർട്ടബിൾ ആകുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതില് ക്രൈസ് പോവും, നമുക്ക് അതിൽ എക്സൈറ്റ്മെന്റ് പോവും, നമുക്കൊരു എപ്പോഴും ഒരു ഇച്ചിരി ഒരു സ്മോൾ അളവിലെങ്കിലും ഒരു ഫിയർ വേണം. ഇതെങ്ങനെ വരും, ഇതെങ്ങനെ ആവും, ഇതെങ്ങനെ പോകും, ആ ഒരു ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ കൊണ്ട് ചിലപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് ഒരു സീൻ എഴുതാൻ നമുക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു കംഫർട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ കംഫർട്ട് ആയിട്ടിരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എഫേർട്ട് ഇടത്തില്ല. ഇല്ല, നമുക്കറിയാലോ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരുമെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മളത് പോകും. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ ആണ്. ചേട്ടന്റെ ഫസ്റ്റ് മൂവിയാണ് ക്വീൻ അല്ലേ? ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരുടെ മനസ്സിലേക്കും പെട്ടെന്ന് വരുന്നത് ക്വീൻ എന്ന സിനിമയും അതിലെ പാട്ടുമാണ്. ആക്ച്വലി ചേട്ടൻ ഒരു മമ്മൂക്ക ഫാൻ ആണ്, പക്ഷെ ഒരു ലാലേട്ടൻ ഫാൻ ആയിട്ടാണല്ലോ ആ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ക്യൂനിന്റെ ആ ഒരു സെറ്റ്, ആ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടില് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ സ്വപ്നം പറഞ്ഞ് അവസാനം നമുക്കൊരു വേദി കിട്ടുക. എന്നാ ഓക്കെ നീ ചെയ്, എന്താ നിനക്ക് ഇത്ര നാള് നീ ആഗ്രഹിച്ച എന്താണ് നീ അങ്ങ് ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരു വേദി കിട്ടില്ലേ? തീർച്ചയായിട്ടും ദൈവം നമുക്കൊരു സംഭവം എത്തിച്ചു തരുന്നു എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായിരുന്നു എനിക്ക് ക്വീൻ എന്ന് പറയുന്നത്. അതിലെ ഓരോ ഷോട്ടും ഓരോ സീനും ഒന്നുപോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എനിക്ക് അത്രയും ചെയ്യണമെന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെനിക്ക് ഞാൻ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും എനിക്ക് ഒരു തോട്ടും അറിയില്ല. എന്റെ ഡയറക്ടർ എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ആ എക്സ്പ്ലനേഷനിൽ നിന്ന് എനിക്ക് ഫീഡ് ചെയ്യുന്ന എന്താണോ ഞാൻ അത് ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവിടെ പൊക്കോണ്ടിരുന്നത്. അത് പിന്നീട് ആളുകൾ കണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തപ്പോ ഇഷ്ടപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ ഗുഡ്, ഓക്കെ ഞാൻ ചെയ്തത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ഈവൻ ചിലപ്പോ ആ സിനിമയിലൂടെ കണ്ട ആളുകൾക്ക് ചിലപ്പോ അതായിരിക്കും എന്റെ ശൈലി എന്ന് ഓർക്കുന്നുണ്ടാവാം. പക്ഷെ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ആ സമയത്ത്, ഓക്കെ ഇങ്ങനെ ഉണ്ട്, എന്റെ ഒരു സ്റ്റൈലുണ്ടോ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ മനസ്സിലാവുന്ന അപ്പോഴാണ്. അപ്പം ക്വീൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഗ്രഹം ഇങ്ങനെ വെച്ചിട്ടേ സമയം കിട്ടുമല്ലോ നമുക്ക് തുറന്നു കാണിക്കാനുള്ള. അതാണ് എന്നും എനിക്ക് ക്വീൻ എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ വരുന്നത്. അതേപോലെ തന്നെ ഈ ലാലേട്ടൻ മമ്മൂക്ക ഈ സംഭവം, അത് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം, എന്റെ ചേട്ടൻ ഭയങ്കര ലാലേട്ടൻ ഫാനും ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനുമാ. അപ്പം വീട്ടിൽ ചുമ്മാ ഇരിക്കും അടി ഉണ്ടാകുന്ന ഞങ്ങൾ എപ്പോഴും. അപ്പം അങ്ങനെയുള്ള ഞാൻ എന്നിട്ട് ലാലേട്ടന്റെ ആ പാട്ട് പാടുന്നു ആ സമയത്ത്. അപ്പൊ എന്റെ ചേട്ടൻ എപ്പോഴും പറയും, കണ്ടടാ ഞാനത് പറഞ്ഞിട്ട് മതി. അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഒരു ലക്കാണെന്ന് ഞാൻ പറയും. കാരണം ലാലേട്ടൻ പോലൊരു വലിയൊരു ആക്ടറിന്റെ ആ നേരം ഒരു ട്രിബ്യൂട്ട് എന്ന് പറയുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ പാട്ടാണ് ആദ്യം ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ട്രിബ്യൂട്ട് കൈൻഡ് ഓഫ് സംഭവം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് ക്ലിക്ക് ആവും അല്ലെങ്കിൽ ഹിറ്റ് ആവും എന്നുള്ളത്? ഉറപ്പായിരുന്നു. എനിക്ക് ഞാൻ കഥ കേൾക്കുമ്പോ തന്നെ ഈ പടം എന്താവോ ഇല്ലയോ ഈ പാട്ടും ഈ സീക്വൻസും ഭയങ്കര ഹിറ്റ് ആവും ഉറപ്പായിരുന്നു. കാരണം അത് വേറും കൊണ്ടല്ല, നമുക്ക് ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടവും പുള്ളി വെച്ചേക്കുന്ന ഒരു ലെഗസി ഉണ്ട്. അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോ ആരാണ് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുന്നത്? അപ്പം ആ സാധനം നമുക്ക് തന്നെ നറുക്ക് വീണ് കിട്ടിയല്ലോ. ഞാൻ അത് കേൾക്കുമ്പോ തന്നെ എനിക്കറിയാം, ഓക്കെ ഈ സാധനം എന്താ ഹിറ്റാ, അതെനിക്ക് അറിയാമായിരുന്നു. ബട്ട് അതൊക്കെയാണ് പറയുന്നത്, ഈ ദൈവാനുഗ്രഹം പോലെ ഞാൻ കൂട്ടുന്നതല്ല. ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് പാടേണ്ടത് ചേട്ടനാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, നമ്മുടെ സീനാണല്ലോ അത് വരുന്നത്. എന്നെ റാഗ് ചെയ്യാൻ വരുന്നു. അപ്പൊ റാഗ് ചെയ്യുമ്പോ ഞാൻ എതിർക്കുന്നത്, ഞാൻ ഇത് ചെയ്യുന്നതിന് വരെ ഞാൻ ഈ പാട്ടങ്ങ് എടുത്ത് പാടും. ഈ പാട്ട് പാടുമ്പോ ഞാൻ അവർക്കൊക്കെ ഓക്കെ നമ്മുടെ പയ്യനാ എന്നുള്ള ഒരു രീതിയിൽ അവര് അത് എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സീൻ കേൾക്കുമ്പോ നമുക്കറിയാം, ഓക്കെ അതിലൊരു കൊമേഴ്ഷ്യൽ എലമെന്റ് കിടപ്പുണ്ടായിരുന്നു.
ക്യൂൻ എന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും ഗൂസ് ബംസ് വന്നിട്ടുള്ള ഒരു സീനായിരുന്നു ലാസ്റ്റ് സലിം കുമാർ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ അല്ലെ, ഏതാണ് അസമയം എന്ന് പറയുന്ന ആ ഒരു സീൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ട് ചെയ്ത സമയത്തുള്ള ആ ഒരു മൊമെന്റ്? അല്ല, ഷൂട്ട് ചെയ്തുന്ന സമയത്ത് ഇതെന്താ അറിയോ, നമ്മൾ ഈ സ്ക്രീൻ പ്ലേ, നമ്മൾ ഈ സീൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അതൊരു വേറൊരു സിറ്റുവേഷനിൽ നിന്നാണല്ലോ. മൊത്തം ക്യാമറ, ഇത് ലൈറ്റ്, അവിടെ സ്മോക്ക് ഇടുന്നു, ഇത് ചെയ്യുന്നു, നമ്മളൊരു സൈഡിൽ അവിടെ ഇരിക്കുന്നു. അപ്പം സലീമേട്ടനോട് ആക്ഷൻ പറയുന്ന സലീമേട്ടൻ എന്ന് പറയുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് അതിന്റെ പ്രോസസ്സ്. ഇതിന്റെ ഒരു മാജിക് വരുന്നത് ഇതെല്ലാം പടം മൊത്തത്തിൽ കണ്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യൊക്കെ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ കണ്ട് ആ മൊമെന്റിൽ ഇത് പറയുമ്പോൾ ശരിക്കും തിയേറ്ററിലാണ് നമുക്ക് ഈ ഹൈ എല്ലാം കിട്ടുന്നത്. പലപ്പോഴും ഈ സെറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ആക്ടേഴ്സിന് മാത്രമേ ചിലപ്പോ ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുമല്ലോ, ഓക്കെ ഞാൻ ചെയ്തത് ബെറ്റർ ആയി അല്ലെങ്കിൽ നല്ലതാണെന്ന് എനിക്കൊരു ഫീല്. അല്ല, കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ അങ്ങനൊന്നും തോന്നേണ്ട കാര്യമില്ല അവിടെ. പ്രത്യേകിച്ച് നമ്മള് ഡയലോഗ് നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിൽ നമുക്കൊന്നും അവിടെ തോന്നേണ്ട ഫീൽ ഇല്ല. പക്ഷെ അത് സ്ക്രീൻ തിയേറ്ററിലോ വരുമ്പോ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, സലീമേട്ടന്റെ ഒക്കെ ആ ഒരു ഡയലോഗ് റെൻഡറിങ്, ആ പറയുന്ന രീതി, അതൊക്കെ ആ മാജിക് ഒക്കെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴാണ് കിട്ടുന്നത്. അയ്യോ, ഇത്ര സൂപ്പർ ആയിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. കളർ പടം അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചേട്ടന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കുമല്ലോ. ഒരുപാട് ആരാധകരുള്ള ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ചേട്ടൻ കൂടുതലും ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി എങ്ങനെയായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഇപ്പോ കോവിഡിന്റെ സമയത്ത് നമ്മുടെ ഈ അനുരാഗം ഒരു പ്രൊഡക്ഷൻ ഏറ്റെടുത്ത് ചെയ്യാനിരിക്കുന്ന സമയത്ത് കോവിഡ് വരികയും അനുരാഗം പ്രോജക്ട് ഡ്രോപ്പ് ആയി. അതേപോലെ തന്നെയായിരുന്നു ഇപ്പൊ നഹാസ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ആ പടം ഡയറക്ട് ചെയ്ത് അവന്റെയും ഈ പറയുന്ന പോലെ ഒരു പ്രോജക്ട് 10 ദിവസം മുമ്പ് ഷൂട്ടൊക്കെ ചെയ്ത് പ്രോജക്ട് ഡ്രോപ്പ് ആയിരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഈ കോവിഡ് സമയത്ത് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്തു, 14 Days of Love എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ ഇങ്ങനെ അവനോട് പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിം കൂടി ചെയ്യുമെന്ന് ചോദിച്ചു. അവനും ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവൻ ഇങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താൽ ഒരു ഐഡിയ എന്തെങ്കിലും നമുക്ക് പിടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എടാ, എന്തായാലും നമ്മൾ പരിപാടിയൊന്നും ഇല്ല, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, നമുക്ക് കോവിഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു അപ്പൊ അവൻ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്നോട് പറഞ്ഞു, ലൈക്ക് ഇങ്ങനെ വീഡിയോഗ്രാഫർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഒരു നോർമൽ കൈൻഡ് ലൈനാണത്. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കൊക്കെ സിനിമ ചെയ്തെടുത്തു സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുവാണല്ലോ. നമ്മൾ ഒരു മിനി സിനിമയെങ്കിലും നമുക്ക് കൊടുക്കണം, കാണിക്കുമ്പോൾ. അതായിരുന്നു മെയിൻ മോട്ടീവ്. അതിനു വേണ്ടി നമ്മളൊരു സോങ് ചെയ്യുന്നു, സോങ് വിനീതേട്ടൻ പാടുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്ത്. അപ്പൊ ഈ പറയുന്ന പോലെ മമിത എന്റെ കൂടെ മുൻപ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം നാസിങ്ങനെ മമിത എന്ന് പറഞ്ഞപ്പോ ഞാൻ മമിതേനെ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ മമിതയും ഇതിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളൊരു കോവിഡിന്റെ പ്രോട്ടോകോൾ ഒക്കെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്തതാണ് ആ സമയം. ഈ ഒരു ഷോർട്ട് ഫിലിം പെട്ടെന്ന് കേറി വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? അല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ഇതുണ്ടല്ലോ, ഇത് ട്രെൻഡിങ് ആട്ടോ, ഇത് ഇതൊക്കെ നമ്മള് ചുമ്മാ തമാശക്ക് പറയുമല്ലോ, നമ്മൾ എന്ത് ചെയ്യുമ്പോ അങ്ങനെ പറയും. ബട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറങ്ങി ഒരു 2-3 ദിവസത്തിനുള്ളിൽ സംഭവം ശരിക്കും ട്രെൻഡിങ് ആയിരുന്നു. അതങ്ങോട്ട് അതർ ലാംഗ്വേജിലോട്ടും പോയെന്നുള്ളതാണ്. ഇപ്പം തെലുങ്ക്, തമിഴ്, അവിടെ നിന്നൊക്കെ നമുക്ക് ആൾക്കാർ മെസ്സേജ് അയക്കുകയും അങ്ങനെ ഒരു പോക്കങ്ങ് പോയി. അത് മാത്രല്ല അതിന്റെ ഓരോ പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് റീലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ. സത്യം. പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ക്വീൻ കഴിഞ്ഞിട്ട് ഈ അനുരാഗം എഴുതുന്നതിന്റെ ഒരു ഗ്യാപ്പ് എടുത്തത് കൊണ്ട് ഞാൻ കുറെ സിനിമകളൊന്നും എനിക്ക് ആ നേരം ചെയ്യാനൊന്നും കുറെ പറ്റാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആൾക്കാരെ ഒന്ന് ഓർപ്പിക്കാൻ എനിക്കൊരു പ്രോജക്റ്റ് ആയിരുന്നു അത്. ലൈക്ക് ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു സാധനം. ഇപ്പോ എഴുത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇപ്പൊ പാരലലി അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ? ഉറപ്പായിട്ടും. ഇപ്പൊ ഏതാണ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്, എഴുതുന്നതാണോ അത് അഭിനയമാണോ? അല്ല, ഡിഫിക്കൽട്ട് എന്ന് പറയുമ്പോ എപ്പോഴും നമുക്ക് ഈ പറയുന്ന എഴുത്ത് തന്നെയാണ് ഡിഫിക്കൽട്ട്. അഭിനയം എന്ന് പറയുന്നത് വൺസ് നമുക്ക് ആ ഒരു റിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കാരണം അഭിനയിക്കാൻ പോകുമ്പോൾ ഒരു എഴുത്തുകാരന്റെയും ഒരു സംവിധായകന്റെയും എഫേർട്ടാണ്. അവരെന്തൊരു നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു അത്ര ഈസി ആവുന്നുണ്ട് നമുക്ക് നമ്മുടെ അഭിനയം. പക്ഷെ അവരുടെ എഫേർട്ട് കുറയും തോറും അപ്പോഴാണ് നമുക്ക് ഡിഫിക്കൽട്ട് ആവുന്നത്. നമ്മൾ അതിലേക്ക് ക്രാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു കൂടുതൽ വരുന്നത്.
നേരെ തിരിച്ച് റൈറ്റിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അത് ഭയങ്കര ടഫാണ്, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിന് വാല്യൂ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്ന വാല്യൂ പോരാന്നേ ഞാൻ പറയത്തുള്ളൂ. കുറച്ചുകൂടി വാല്യൂ കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരു റൈറ്റേഴ്സിന്. കാരണം അത് ഒരു സിനിമയുടെ മെയിൻ ബേസ് ആണ്. അത് അതിനെന്തായാലും ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല റൈറ്റിംഗ് പറയുക. ഇപ്പോ ക്യൂൻ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ ഒക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കായിരുന്നു, അല്ലെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഭിനയമായിരുന്നു? അങ്ങനെ പലതരത്തിലുള്ള അപ്രിസിയേഷൻസും കാണും, അറ്റ് ദ സെയിം ടൈം ഒരുപാട് സജഷൻസും വന്ന് കാണുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് കൂടുതലും ക്വീൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് കൂടുതലും വന്നത് പുതിയ ആളാണെന്ന് തോന്നിയില്ല, ഫസ്റ്റ് പടമാണെന്ന് തോന്നിയില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത്. ലൈക്ക് ശരിക്കും നമുക്ക് ഈ അഭിപ്രായം നന്നായി എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല. ലൈക്ക് ഇമാജിൻ ചെയ്ത് ടു സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ കൂടി വേറൊരാള് എന്റെ അടുത്ത് വന്ന് തിരക്കഥ പറയും, വേറൊരാൾ എന്റെ അടുത്ത് വന്ന് ആ പ്രോജക്റ്റ് പറയുന്നൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചു പോലും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് വന്ന് കുറെ പേര് അവരുടെ കഥകൾ പറയുന്നു, അവരുടെ കഥാപാത്രം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ, നമ്മൾ ആ ചെയ്തതിൽ എന്തോ ഒന്ന് ആളുകൾക്ക് വർക്കായിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ക്വീനിന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ദെൻ പോകെ പോകെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചില കഥാപാത്രങ്ങളുടെ ഷെയ്ഡുകൾ നമുക്ക് ഭയങ്കര സിമിലാരിറ്റി ആയിട്ട് വരും, ഇതേപോലത്തെ ഷെയ്ഡിലുള്ളത് വരും. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്നീ ആ ഷെയ്ഡ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നമുക്കൊരു ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരണം, അല്ലെങ്കിൽ അതേ ഷെയ്ഡിൽ വരുന്ന സാധനം ആ ടൈപ്പ് ഓഫ് മൂവീസ് ഹിറ്റ് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ഇതിൽ നടക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് നമുക്ക് മുന്നിൽ വരുന്ന ഒരു സ്ട്രഗിൾ എന്ന് വരും. അപ്പം ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ചേട്ടൻ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് കുറച്ച് വ്യത്യാസങ്ങൾ കാണും, സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, സിനിമയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ ബോൾഡായി കാണും, പല കാര്യങ്ങളും ഒക്കെ വ്യത്യാസം വന്ന് കാണുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് സിനിമയ്ക്ക് വന്നതിന് ശേഷവും അതിന് മുമ്പും? സിനിമയ്ക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ എനിക്കൊന്ന് ഡിസിപ്ലിൻ കുറച്ചുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഡിസിപ്ലിൻ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് സത്യം പറഞ്ഞ, ഇതൊക്കെ പറയുമെങ്കിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഓരോ പോയിന്റും കാണുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റുക, അതിൽ നമുക്ക് അവര് നമ്മളെ പേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം എനിക്ക് സിനിമയിൽ വരുന്നതിന് മുന്നേ എന്ന് പറയുമ്പോ ഞാൻ എന്റെ 22-ാം വയസ്സിലാണ് എനിക്ക് അതിനകത്തുള്ള മൂവിയിലോട്ട് ഞാൻ എൻ്റർ ആവുന്നത്. അപ്പം നമുക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എന്നോ ഒന്നും. പോകെ പോകെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് അയ്യോ എപ്പോഴും നമുക്ക് ടാങ്ക് ചെയ്യാൻ തോന്നും എല്ലാരോടും, എന്റെ പ്രൊഡ്യൂസറിനോടും റൈറ്റർ ഡയറക്ടർ അതിൽ വർക്ക് ചെയ്ത എല്ലാരോടും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സിനിമ വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടി താങ്ക്ഫുൾ ആയെന്ന് തോന്നുന്നു. ഫാമിലി എന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട്? ഇപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഭയങ്കര സിനിമ ലവേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. എന്ന് പറഞ്ഞ സിനിമ കാണത്തില്ലെന്നല്ല കേട്ടോ, എല്ലാരും സിനിമ കാണുകയൊക്കെ ചെയ്യും, പക്ഷെ അങ്ങനെ സിനിമയൊന്നും സീരിയസ് ആയിട്ട് കാണുന്നതോ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. അപ്പോ ഞാൻ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്, ഓക്കെ ഇതെന്തോ അവന് ഉടായ്പാണ്, വേറെ പരിപാടിയൊന്നും ചെയ്യാൻ വയ്യാത്തതിനുള്ള ഒരു പറച്ചിലാണ് ഒരു സോനാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതും ഈ പറയുന്ന പോലെ പോകെ പോകെ ഒരു പോയിന്റില് അവർക്ക് മനസ്സിലായി. എന്റെ ഫസ്റ്റ് സിനിമ ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരുത്തർ അപ്രിഷിയേഷൻ നമുക്ക് അവർക്കും സ്വയം കണ്ടപ്പോഴേ, ക്വീനിൽ ഞാൻ കരയുന്ന ഒരു സീൻ കണ്ടപ്പോ മമ്മി മമ്മി അത് കണ്ടപ്പോ ഞെട്ടിപ്പോയി. കാരണം ഞാൻ എന്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് എന്റെ പെട്ടെന്ന് കരച്ചിൽ അങ്ങനെ വരുന്ന ഒരാളല്ല. ഇത് സങ്കടം വന്നാൽ പെട്ടെന്ന് എനിക്ക് ദേഷ്യമായിട്ട് ഞാനത് പ്രകടിപ്പിച്ചങ്ങ് മാറും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ അതിലിരിക്കാറില്ല പൊതുവെ. ഞാൻ അതിൽ നിന്നൊക്കെ സ്കിപ്പായി പോകുന്ന ഒരാളാണ്. അപ്പൊ മൂവിയിൽ നോക്കുമ്പോ ഞാൻ ഭയങ്കര ഫ്രജൈലായിട്ട് ഇങ്ങനെ ഈ കരയുന്ന ആളായിട്ട് അവരൊക്കെ കണ്ടപ്പോ മമ്മിക്ക് അപ്പോഴൊക്കെയാണേ ഇവൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു ഈശ്വര, ഇവനറിയാലോ എന്നൊക്കെ ഉള്ള ഒരു സാധനമൊക്കെ. പിന്നെ അത് എനിക്ക് ഫീൽ ചെയ്ത് പറഞ്ഞാ ഞാൻ എപ്പോഴും പറയും മമ്മി പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്തുവാ ഈ ഇവന്റെ സിനിമ പ്രാന്ത് മാറണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതേ മമ്മി സിനിമ കഴിഞ്ഞ് ഇപ്പൊ മമ്മി പ്രാർത്ഥിക്കാറുണ്ട് അവന് നല്ല പ്രോജക്ട് കിട്ടണേന്ന് പ്രാർത്ഥിക്കും, സിനിമകൾ കിട്ടണേന്നൊക്കെ അല്ലേ. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ പപ്പ ഓൾവേസ് പ്രൗഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്. ലൈക്ക് എന്നെ പറ്റി ആൾക്കാരൊക്കെ പറയുമെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയ പപ്പ തന്നെ ഇങ്ങനെ ഇന്ന എന്റെ മോൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര ക്രിഞ്ച് അടിക്കും. പപ്പ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ഇതുണ്ട്, പപ്പയൊക്കെ അങ്ങനെയാണ്.
ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയൂല്ലോ, നമ്മളെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് പോവാണുമ്പോ അതൊന്നും അങ്ങനെ സിനിമയിലൊന്നും അഭിനയിക്കാനൊന്നും പറ്റത്തൊന്നുമല്ലോ, എന്ത് കിട്ടാനാ അഭിനയിച്ചിട്ട് വേറെ വല്ല പണിക്കും പോവാൻ നോക്ക്, ഗവൺമെന്റ് ജോലിക്ക് പോകൂ, അങ്ങനെയൊക്കെ പൊതുവെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പാഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മെന്റലി ഒരു സന്തോഷം കിട്ടുക. അല്ല അത് ഈ എന്താ പറയോ, ഇപ്പൊ ഈ ഞാനത് ഇപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇത് സിനിമയെന്നല്ല ഈ പാഷന്റെ പുറകെ കിടക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു സാധനം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ബോൾഡ് ആവുക എന്ന് പറയുന്ന ശരിക്കുള്ള ബോൾഡ്നെസ് എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മൾ ഈ ഇങ്ങോട്ട് പറയുമ്പോ തിരിച്ചങ്ങോട്ടൊരു മറുപടി അപ്പം കൊടുക്കുക എന്നുള്ളതിലൊന്നും കാര്യമില്ല. ബോൾഡ്നെസ് എന്ന് പറയുന്നത് ഇത് മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ അത് ചെയ്തോണ്ടിരിക്കുക. പിന്നെ നമ്മുടെ സക്സസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റെപ്പ് ബാക്കിയുള്ളവർ അറിഞ്ഞോളൂ. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു പറയാൻ പോയാൽ നമ്മുടെ ഒരുപാട് എനർജി അങ്ങ് പോകും. സത്യം. അങ്ങനെ നമ്മള് തിരിച്ചു തർക്കിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാവരും. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ഇതങ്ങനെ നമ്മുടെ കാര്യം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. ആഫ്റ്റർ ഓൾ ഇത് വേറെ ഒരാളെ ദ്രോഹിക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കാന്ന് പറയുന്നതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ. ഉറപ്പായിട്ട് എന്റെ വൈഫിന്റെ ഏറ്റവും വലിയ വെപ്പണ്. ഞാൻ എപ്പോഴും അവളും ഞാനും എന്തെങ്കിലും വഴക്കുണ്ടാവും, പെട്ടെന്ന് ഒരു സൈലന്റ് മോഡിലോട്ട് പോയി എന്റെ പോലും കഴിഞ്ഞു. പിന്നെ അതില് വലിയ വെപ്പൺ വേറെ ഇല്ലെന്ന് ഞാൻ പറയാവുള്ളൂ. ഇപ്പൊ ചേട്ടനിപ്പോ 11 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫെബ ചേച്ചി എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ സിനിമ നോക്കണ്ട, വേറെ ഏതെങ്കിലും ഒരു ഫീൽഡും കൂടെ നോക്കിക്കോ എന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചി? അവളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പാഷൻ എത്ര ഉണ്ടെന്ന്. ബേസിക്കലി അത് ഞാൻ അങ്ങനെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അവൾക്ക് ഇപ്പൊ ഞാൻ എന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞെങ്കിൽ ഫെബയുടെ കേസ് പറയുമ്പോൾ ഒട്ടും സിനിമ കാണാത്ത ഒരാളാണ്. സിനിമ പറയുന്നത് അങ്ങനെ ഒരു പ്രയോറിറ്റി പോലും കൊടുക്കാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് അയാളുടെ ഒരു പാർട്ട്ണർ ഇങ്ങനെ സിനിമാടനാവണമെന്നും ഇങ്ങനെ ഇത്രയും വലിയ പാഷനാണ് അതെന്നൊക്കെ പറയുമ്പം ഒരു രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല, നമ്മുടെ ഇമോഷൻ അവർക്ക് കിട്ടണമെന്നുമില്ല. പക്ഷെ എന്തോ എന്റെ പാർട്ട്ണറിന് ഇതാണ് വേണ്ടത്, പുള്ളിക്ക് അതിന് ഇഷ്ടം, ഓക്കെ, അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാ എന്നുള്ളതല്ലാതെ ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ എപ്പോഴും അവളോട് ഞാൻ എപ്പോഴും അത് പറയും. ആ റെസ്പെക്ട് ഞാൻ എന്നും അത് കൊടുക്കുന്നതിന്റെ ഒരു റീസണും അതാണ്. കാരണം ഒന്ന് അവക്കറിയാത്ത ഒരു കാര്യമാണത്, എന്നിട്ട് പോലും ഒരിക്കൽ പോലും അത് ഡൗട്ട് ചെയ്തിട്ടില്ല. ഇല്ല പറ്റും 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊക്കെ പക്ഷെ അങ്ങനല്ല കേട്ടോ. ഇപ്പം സിനിമ എല്ലാം കാണും, ഇപ്പൊ സിനിമ എല്ലാം അറിയാം. ഇപ്പൊ എന്റെ സിനിമയൊക്കെ കൃത്യമായിട്ട് വിമർശിച്ച് വലിയൊരു അശ്വന്തുമൊക്കെ ഉണ്ട്. അയ്യോ ദൈവം, ഇനി സിനിമ കാണിക്കണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു? അയ്യോ ദൈവമേ. അങ്ങനല്ല, ഞാൻ അങ്ങനെ ഇടയ്ക്ക് തമാശക്ക് പറയും, വിട്ട അങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കും, നിർത്തത്തില്ല അല്ലെ. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പാർട്ട്ണർ ആണ് എനിക്ക് വന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതൊരു ധൈര്യമായിരുന്നു മുന്നോട്ട് പോകാനുള്ളതും. അപ്പം നമ്മളടുത്ത് ആരെങ്കിലും ഒക്കെ പറ്റത്തില്ല എന്ന് പറയുമ്പോ പോലും ഒരാൾ നമ്മളെ ഉറപ്പായിട്ടും പറ്റുമെന്ന് വിശ്വസിച്ച് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കതാണ് വേണ്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഏത് സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. സിനിമയിലേക്ക് നമ്മളിപ്പോ അഭിനയിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ചേട്ടൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിന് മെയിൻ ആയിട്ടും വേണ്ട ചില ക്വാളിറ്റീസ് കാണുമല്ലോ. നോർമൽ ആയിട്ടുള്ള ക്വാളിറ്റീസിനപ്പുറം എക്സ്ട്രാ ഒരു പോയിന്റ് എന്തെങ്കിലും കാണുമല്ലോ, അതെന്തൊക്കെയാണ്? നമ്മളെ എന്ത് സാധനം ആക്ടിങ്ങിന്റെ മാത്രമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, അഭിനയിക്കാൻ വരുമ്പോ ആഫ്റ്റർ ഓൾ നമ്മുടെ സീൻ എന്താണെന്ന് മനസ്സിലാക്കുക, കഥാപാത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, കഥാപാത്രത്തിന് ആഫ്റ്റർ ബിഫോർ കാര്യങ്ങള് നമ്മള് ചോദിച്ചറിയുക, ഇല്ലെങ്കിൽ നമ്മളായിട്ട് അത് ഫൈൻഡ് ചെയ്തെടുക്കുക. പിന്നെ അങ്ങോട്ട് പെർഫോം ചെയ്യുക. നമ്മൾ ഒരിക്കലും മറ്റേ ഫസ്റ്റ് ടേക്ക് തന്നെ എനിക്ക് പെർഫോമൻസ് കറക്റ്റ് ആക്കണം അങ്ങനത്തെ ചിന്തകളൊക്കെ എടുത്ത് മാറ്റി ബെസ്റ്റ് കൊടുക്കുക എന്നുള്ള ചിന്തിക്കുക. ഇപ്പൊ ഫസ്റ്റ് ടേക്ക് കിട്ടിയില്ല, സെക്കൻഡ് ടേക്ക് വരട്ടെ, തേർഡ് ടേക്ക് വരട്ടെ, ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കുക. അല്ലാതെ ഒരിക്കലും മറ്റേ പേടി വരിക, അയ്യോ എന്റെ ഇത് കട്ടായി, ഓക്കെ ഇനി എന്റെ അടുത്ത് 2-3 ടേക്ക് പോയല്ലോ, അങ്ങനെ ചിന്തിക്കാതെ ഓരോ ടേക്കും നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസ് ആണ് നമ്മുടെ ആക്ടിങ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും എന്നാ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും അവിടെ പറ്റും. ഒരു ആക്ടർ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും. ചേട്ടൻ എത്ര ടേക്സ് എടുക്കാറുണ്ട് ഇപ്പോ അഭിനയിക്കുന്ന സമയത്ത്? എനിക്കറിയില്ല, ഞാൻ അതിൽ കോൺഷ്യസ് അല്ല ഞാൻ പൊതുവെ. എന്റെ ഡയറക്ടറിന് വേണ്ടോന്ന് ഓക്കെ തോന്നിയാ ഓക്കെ എല്ലാം തോന്നി കഴിഞ്ഞാൽ ഇത് ചില നേരത്തെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിച്ച് കഴിയുമ്പോ ഓക്കെ പറയും.
അപ്പൊ ഞാൻ ചിലപ്പോ ഒന്ന് പോയി ഞാൻ ഡയറക്ടറിനോട് പറയും, സാറേ എനിക്ക് ഒരു ടേക്കും കൂടി തരുമോന്ന് ഞാൻ ചോദിക്കും. ഓക്കെ എടുത്തോളാൻ പറയും. അപ്പൊ ഞാൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ചില നേരം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഇല്ല എനിക്ക് എന്തൊക്കെയോ ഒരു സാധനം കൂടി വരാനുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. അപ്പൊ ചില നേരത്തെ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ചിലത് നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാം, ഓക്കെ ഇത് ഡയറക്ടർ ഓക്കെ പറയും എന്നുള്ളത്. കാരണം നമുക്കത് ഫീൽ ചെയ്യും, നമുക്ക് ആ ഒരു എനർജി കിട്ടും. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ടേക്കിൽ അത്ര കോൺഷ്യസ് ആവാറില്ല. ടേക്ക് എന്നുള്ളതല്ല ഇതിന്റെ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർഫോമൻസിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ എത്ര പെർസെന്റേജ് നമുക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്വീനിൽ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണല്ലോ, അപ്പൊ ആ ഒരു സിനിമയിൽ എത്തുന്ന സമയത്ത് ഈ ക്യാമറ നോക്കിയിട്ട് ചെയ്യുമ്പോയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും തോട്ട് ഉണ്ടായിരുന്നോ, അതോ കൂളായിട്ട് അഭിനയിക്കായിരുന്നു ആ ഒരു സമയത്ത്? അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ ക്യാമറ നോക്കി അഭിനയിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചിലപ്പോ സ്റ്റേജിൽ കയറിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിക്കും. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ഒട്ടും ഒരു പേടിയാത്തത്. സിനിമ ഒരു പേടിയില്ല എനിക്ക്. പക്ഷെ സ്റ്റേജ് കുറെ ആൾക്കൂട്ടം അങ്ങനെയൊക്കെ കാണുമ്പോ ഇച്ചിരി പേടി വരാറുണ്ട്. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ അവിടെ ചുറ്റും കാണില്ലേ? ഞാൻ അവരെ മൈൻഡേ ചെയ്യാറില്ല. അപ്പൊ പിന്നെ സ്റ്റേജിലും കയറുമ്പോ അതങ്ങ് ഓർത്താ പോരെ, ഫ്രണ്ട് ഇരിക്കുന്ന ആരെങ്ങ് മൈൻഡ് ചെയ്യാണ്ടിരുന്നാ പോരെ? സ്റ്റേജില് സ്റ്റേജിൽ എന്റെ പെർപ്പസ് എന്താന്ന് വെച്ചാൽ ഞാൻ ആ സ്റ്റേജിലുള്ള അത്രയും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അല്ല സത്യം പറഞ്ഞ രണ്ടും പ്രോസസ് ആണ്. ഞാൻ സ്റ്റേജിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെയൊക്കെ എനിക്ക് നോക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അവരെയൊക്കെ അവരോടാണല്ലോ. ഇതെന്ന് പറയുമ്പോ എന്റെ ചുറ്റും ആരുള്ളത് എനിക്ക് വിഷയം വരുന്നേ ഇല്ല. ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. എന്റെ കണ്ണിലൂടെ കാണുന്ന എന്റെ ഓപ്പോസിറ്റ് ആക്ടറും എന്റെ സിറ്റുവേഷൻ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പൊ എനിക്ക് ഓക്കെയാ. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ ചില നേരത്ത് എന്റെ ഷൈനസ് മാറാറുമുണ്ട്. ചില നേരത്തെ എനിക്ക് സ്റ്റേജിൽ കയറുമ്പോ, കാരണം ഞാൻ ഈ കോളേജ് പരിപാടികൾക്കും അങ്ങനെയൊക്കെ പോകുമ്പോ ഒക്കെ ഈ ഷൈനസ് ചില നേരത്ത് മാറാറുമുണ്ട്. ചില നേരത്തെ ഷൈനസ് ഉണ്ടായിരിക്കും. അത് ഞാൻ മാറ്റാൻ വേണ്ടി പിന്നെ ഇതിന് രണ്ടിനും, സിനിമയിൽ അഭിനയിക്കുന്നതിനാണെങ്കിലും അല്ലാതേനാണെങ്കിലും ഞാൻ ബിഫോർ ടേക്കിന് മുന്നേ ഞാൻ എല്ലാവരുടെ മുന്നിൽ ഫീൽ ചെയ്യിക്കും, ലൈക്ക് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് ഫീൽ ചെയ്യിക്കാറുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ധൈര്യമായിട്ട് ചെയ്യുന്നുള്ള ആ ഒരു ധൈര്യം ഇങ്ങനെ സംഭരിച്ചു വെക്കും അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യും. മീര ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള സിനിമയായിരുന്നു പാലും പഴവും. എങ്ങനെ ഉണ്ടായിരുന്നു മീര ചേച്ചിയായിട്ടുള്ള ഒരു കോംബോ? അതിനകത്ത് രണ്ടുപേര് നമ്മൾ ഏജ് ഡിഫറൻസ് ഉള്ളൊരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെജൻഡ് ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ ഇത്രയും നല്ല നിലയിൽ നിൽക്കുന്നതിന്റെ റീസൺ എന്താണ്. ഇപ്പൊ നമ്മളൊരു പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നല്ല പെർഫോമൻസ് കാണുമ്പോൾ അത് ആസ്വദിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ നല്ല പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിനെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നല്ലത് തരട്ടെ എന്ന് ചിന്തിക്കുന്ന. കാരണം അതാണ് ഒരു നല്ല ആക്ടറിന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഉള്ള ആള് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു പേടിയില്ലായിരുന്നു അവരുടെ കൂടെ അഭിനയിക്കാൻ. ആ രീതിയിൽ അവരെന്നെ എത്തിച്ചത്. എങ്ങനെയാണ് ഈ ഒരു പാലും പഴവും സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ്? അതിന്റെ അനുരാഗം സിനിമ കണ്ടിട്ട് VKP സാറും ടീമും അതിന്റെ പ്രൊഡക്ഷനും പ്രൊഡ്യൂസേഴ്സ് വിനോദേട്ടനും എല്ലാരും കൂടി എന്നെ വിളിച്ചതാണ്. അവരെ അനുരാഗം കണ്ടിട്ട് വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ മീര ചേച്ചിയാണോ ഇതിൽ അഭിനയിക്കാനായിട്ട് പോകുന്നതെന്ന് അറിയാമായിരുന്നു ആദ്യം തന്നെ? എന്നോട് സാറ് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു നിന്റെ ഓപ്പോസിറ്റ് മീര ജാസ്മിൻ ആണ് അഭിനയിക്കുന്നത്. അയ്യോ, അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ? അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ എല്ലാരോടും വിളിച്ചു പറയുമ്പോ ഒക്കെ ഭയങ്കര എന്താന്ന് വെച്ചാ ഒന്ന് ഇത്രയും വലിയൊരു ആക്ട്രസ് അല്ലേ, എല്ലാവർക്കും തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ അതൊക്കെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. എനിക്കൊരു എന്റെ ഈ ഫിലിം യാത്രയില് മീര ചേച്ചിയുടെ നായകനായിട്ട് എത്തിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത്രയും അധികം വലുതാണല്ലേ? ഉറപ്പായിട്ടും. ഇനി അടുത്ത സിനിമകൾ ഏതൊക്കെയാണ്? ഇനി വരാനിരിക്കുന്ന സിനിമകള്? ഇപ്പൊ ഞാൻ അഭിനയിച്ചു തീർന്നത് ബാംഗ്ലൂർ ഹൈ എന്ന് പറയുന്ന സിനിമയാണ്. 2 ദിവസമായുള്ള അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ, ബാംഗ്ലൂർ ആയിരുന്നു ഫുൾ അതിന്റെ ഷൂട്ടെല്ലാം നടന്നത്. അതൊരു നവംബർ ഡിസംബറിനുള്ളിൽ റിലീസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാംഗ്ലൂരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമയായിരിക്കും അല്ലേ? അതെ. ഫുൾ ബാംഗ്ലൂരാണ് ആ പടം ഷൂട്ട് ചെയ്തേക്കുന്നത്. അതൊരു ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവും അതിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഒക്ടോബറിൽ ഒരു നെക്സ്റ്റ് മൂവി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. കാര്യങ്ങളൊക്കെ സംസാരം നടത്തുന്നു. ഓക്കെ, അങ്ങനെ തിരക്കാണ്. തിരക്കായിക്കൊണ്ടിരിക്കുന്നില്ല.
റൈറ്റിംഗ്, അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പൊ പാട്ട്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ ഡാൻസ് ഞാൻ ചെയ്യും. ഡാൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ടൈം ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ഡാൻസ് ചെയ്യുന്ന പിള്ളേരും ഒക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ വിളിച്ച് നമ്മൾ ചുമ്മാ ഡാൻസും പരിപാടി ഡാൻസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പാട്ട് പാടാറുണ്ടോ? പാട്ടെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ വളരെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ ചുമ്മാ പാടുന്നതല്ലാതെ അറിയാലോ നമ്മുടെ വീട്ടിൽ നമ്മള് പാട്ട് പാടുകയല്ലേ, അതുപോലെ ചെയ്യാറൊക്കെ ഉള്ളത്. വീട്ടുകാരെ പാടി വെറുപ്പിക്കാറുണ്ടല്ലേ? ബാക്കിയൊന്നും പുറത്തിറങ്ങി ചെയ്യാറില്ല? അങ്ങനല്ല, വീട്ടുകാരല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിന് പാട്ട് പാടും, അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇപ്പം വൈഫ് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർക്ക് ചില നേരത്തെ കുഞ്ഞ് കരയുമ്പോ ചിലപ്പോ പാട്ട് പാടേണ്ടി വരും. അപ്പൊ ഞാൻ പാടുമ്പോ ഒരു കുറേ പാട്ട് അടുപ്പിച്ചിരുന്ന് പഠിക്കൊണ്ടിരിക്കും. അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ നന്നായിട്ട് പാടണം മോശമായിട്ട് പാടണമെന്നൊന്നുമില്ല, പാടിയാ അവൾ ഓക്കെ. അപ്പൊ ചേട്ടാ, ആ ക്യൂൻ എന്ന സിനിമയിൽ ആ 2 വരി ഒന്ന് പാടാമോ? ജസ്റ്റ് ഒന്ന്. ഓക്കെ, പാടിക്കോളാം. ഓക്കെ. നെഞ്ചിനകത്ത് ലാലേട്ടൻ, നെഞ്ച് പിരിച്ച് ലാലേട്ടൻ, മുണ്ടു മടക്കി ലാലേട്ടൻ, മീശ പിരിച്ച് ലാലേട്ടൻ, തോള് ചരിച്ച് ലാലേട്ടൻ, റൈബാൻ വെച്ച് ലാലേട്ടൻ, ബൈക്ക് എടുത്ത് ലാലേട്ടൻ, കിക്കർ അടിച്ച് ലാലേട്ടൻ, ലാലേട്ടൻ ലാലേട്ടൻ, നെഞ്ചിനകത്ത് ലാലേട്ടൻ. കൊച്ചിനെ പാട്ട് പാടി കൊടുക്കാറുണ്ടായിരുന്നോ? ഇല്ല, ഇതല്ല. കുഞ്ഞിന് എനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് ഇഷ്ടം, മറ്റേ എന്തൊരു ചേല ആ പാട്ടില്ലേ, ഓക്കെ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജോണി എസ്തപ്പ, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാറ്റ് ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ചേട്ടൻ ഒരുപാട് സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.